ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ കടയിൽ നിന്ന് ലോഡഡ് ഫ്രൈസും അതും ഇതുമൊക്കെ വാങ്ങിച്ച് കഴിക്കലുണ്ടല്ലോ. ഉരുളക്കിഴങ്ങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സാധാരണ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും കുഴഞ്ഞു പോവുകയാണ് ചെയ്യുക. എത്ര ഉണ്ടാക്കി കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴത്തേനും അതങ്ങ് എന്താ പറയുക, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മാറും. ഇതങ്ങനെയല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് നല്ല കഴുകി വൃത്തിയാക്കി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യാൻ 2 കിഴങ്ങിൻ്റെ സൈഡ് വശം ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ നീളത്തിലൊന്ന് ചെരിച്ച് വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ വീണ്ടും ഇങ്ങനെ ചെറിയ പീസസ് ആക്കിയിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലെ 2 വശം കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റി വെച്ചില്ലേ, അത് നമുക്ക് ഇതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് ഇതിനകത്ത് ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതേ ഒരു വലിപ്പം കിട്ടൂല എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ മുഴുവൻ കിഴങ്ങും കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിത് എന്ത് ചെയ്യാം, ഒരു പാത്രത്തിലിട്ട് വെള്ളത്തിൽ നല്ലോണം ഒരു 2-3 വെള്ളത്തിലെങ്കിലും മാറി മാറി കഴുകണം. കാരണം ഇതിൽ നിറയെ സ്റ്റാർച്ച് ഉണ്ടാവും, ഒരു പൊടി പോലെ ഉണ്ടാവും നമ്മുടെ കിഴങ്ങിൻ്റെ പുറത്ത്. അപ്പോൾ അതൊക്കെ നല്ലോണം കളയണം. എന്നിട്ട് വേണം നമ്മളിത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് ഞാൻ കണ്ടില്ലേ, ഒന്നാമത്തെ കഴുകലിൽ അതിൽ ആ ഒരു വെള്ളം കലങ്ങിയൊരു വെള്ളമായിട്ടാണല്ലേ കാണുന്നത്. അപ്പോൾ ആ വെള്ളം കളഞ്ഞ് നമ്മൾ വീണ്ടും നല്ല വെള്ളത്തിൽ കഴുകി അങ്ങനെ 2-3 വെള്ളമെങ്കിലും മാറ്റി കഴുകുമ്പോൾ ഇതുപോലെ നല്ല വെള്ളം തെളിഞ്ഞു വരും. ആ ഒരു വെള്ളത്തിലാട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് തിളക്കരുത്, തുടങ്ങുന്ന ആ ഒരു സമയം ഒന്ന് തിളച്ചാൽ മതി, ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല. വേവാൻ പാടില്ല എന്ന് മാത്രം. വെന്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച രീതിയിൽ ആവൂല കേട്ടോ. അപ്പോൾ ഒന്ന് തിള പൊട്ടിനോട് കൂടിയിട്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് വേണം നമ്മളിത് ബോയിൽ ചെയ്തെടുക്കാൻ. എന്നിട്ട് നമുക്കിത് വെള്ളത്തിൽ നിന്ന് എടുക്കാം. അപ്പോൾ ആ ഒരു ഉപ്പ് തന്നെ നമ്മുടെ ആ ഒരു ഫ്രഞ്ച് ഫ്രൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ നമ്മൾ ഉപ്പൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് ഒന്ന് കോരി മാറ്റേ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല തിളച്ച എണ്ണയിൽ നമ്മളിപ്പം വേവിച്ച് വെച്ചിട്ടുള്ള അത് ചൂടോടുകൂടി ഇടരുത് കേട്ടോ. ചൂട് ഒന്ന് മാറിയ ശേഷം നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് സമയത്ത് ഫ്രൈ ചെയ്യരുത്. ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ ഇതുപോലെ ആയിട്ടോ ഉണ്ടാവുക. ഇനി നമ്മൾ എപ്പോഴാണോ നിങ്ങൾ കഴിക്കാൻ പോണത് അപ്പോൾ എടുത്താൽ മതി. അത് ഇനി ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഇതൊന്ന് ചൂടാറിയ ശേഷം നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. കുറച്ച് കോൺഫ്ലോറും കൂടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അതിനിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ കോൺഫ്ലോർ ഒന്നും ചേർത്തിട്ടില്ല. അതങ്ങനെ ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഫ്രൈ ചെയ്ത് കഴിക്കാം. അല്ലെങ്കിൽ എപ്പോഴാണോ ഫ്രൈ ചെയ്യുന്നത് ആ ഒരു സമയത്ത് ഇതുപോലെ വീണ്ടും എണ്ണ നല്ല തിളപ്പിച്ചിട്ട് അതിലിട്ട് നമുക്കിത് എത്രയാണോ നിങ്ങൾക്ക് ക്രിസ്പി ആവേണ്ടത് ആ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങ് കരിയിച്ച് കളയരുത്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് കുറച്ചായിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടോ, ഇത് നല്ല വടി പോലെ നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ പുറം ഭാഗം നല്ലൊരു മൊരിഞ്ഞിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ള അടിപൊളി ഫ്രഞ്ച് ഫ്രൈസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്